വെൽക്കം ടു മൈ ചാനൽ മായാദേവി ലൈറ്റ് ഓഫ് മൈൻഡ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇട്ട് തരിക. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് ഒരു വ്യക്തിയോട് അതിതീവ്രമായിട്ടുള്ള പ്രണയം തോന്നുകയും എന്തുകൊണ്ടോ അത് തുറന്നു പറയാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് അയാൾ വേറെ ഒരു സാഹചര്യത്തിൽ പെട്ടിട്ട് വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോവുകയാണ്. മൂവ് ചെയ്തിട്ട് അയാൾ തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുകയും വേറൊരാളെ മാരേജ് ചെയ്യുകയും ചെയ്യുകയാണ്. അതിനുശേഷം അയാൾ തൻ്റെ ആദ്യത്തെ പ്രണയം മനസ്സിലോർത്ത് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് ഒരു പക്ഷേ ഇയാൾക്ക് എന്തുകൊണ്ടാണ് ആ സ്നേഹം തുറന്നു പറയാൻ കഴിയാഞ്ഞത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ഏജ് ഡിഫറൻസ് ആകാം, അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് ആകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അയാൾക്കത് തുറന്നു പറയാൻ പറ്റാതെ ഇരുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തൻ്റെ മാതാപിതാക്കളോടും തൻ്റെ കടമകളോടുമുള്ള ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടി, കടമ നിറവേറ്റാനായിട്ട് അയാൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അയാൾ ഒരു പക്ഷേ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതായത് താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ വിവാഹം കഴിച്ചാലോ അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ്സ് കൊടുത്താലോ അതിൽ നിന്ന് തനിക്ക് യാതൊന്നും ലഭിക്കില്ലെന്നും തൻ്റെ ജീവിതത്തിൽ താൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്നും മറ്റുള്ളവരുടെ പരിഹാസവും കളിയാക്കലും കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു സെൽഫിഷായിട്ടുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം അയാൾ അവരോട് ആ സ്നേഹബന്ധം തുറന്നു പറയാതിരുന്നത് എന്നുള്ളതുമാണ് ഒരു വ്യക്തമായ കാരണം. ഇനി പറയുന്നത് വേറൊരു ഭാഗമാണ്. അതായത് ഈ പരസ്പരം സ്നേഹിച്ച വ്യക്തികളുടെ ഇടയിൽ ഒരു ടെലിപ്പതി പോലെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. താൻ ചിന്തിക്കുന്ന കാര്യത്തെപ്പറ്റി തന്നെ താൻ പ്രണയിക്കുന്ന വ്യക്തിയും ചിന്തിക്കുന്നു, പ്രണയിച്ചിരുന്ന വ്യക്തി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. താൻ എന്തു ചെയ്യുന്നു ആ പ്രവൃത്തി അവിടെ അറിയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ പ്രണയിച്ച വ്യക്തി വേറൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നിന്നെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം. എല്ലാ കമ്മ്യൂണിക്കേഷൻ ഡിവൈസും ക്ലോസ് ചെയ്തിട്ടും പൂർണ്ണമായും ഞാൻ മറക്കുകയാണ്, വേറൊരു ഡയറക്ഷനിലേക്ക് പോവുകയാണ് എന്ന് കൽപ്പിച്ച് ചിന്തിച്ചുകൊണ്ടാണ് അയാൾ പോകുന്നത്. പക്ഷേ അയാൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാന്തിക പ്രഭാവമാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി അകലാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ അതേ വേഗതയിൽ തീവ്രമായി തന്നെ മനസ്സ് എത്തുന്നു എന്നുള്ളതാണ്. ശരീരം എത്തുന്നില്ല, എന്നാൽ മനസ്സ് എത്തുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊരു വൈബ്രേഷനിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചുറ്റും എന്തൊക്കെയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടും യാതൊരു സന്തോഷവും അനുഭവിക്കുന്നില്ല. താൻ വലിയ കരിയർ ബിൽഡപ്പ് ചെയ്തു, തൻ്റെ ഫാമിലി കെട്ടിപ്പടുത്തു, കുട്ടികളുണ്ടായി, നല്ല വൈഫുണ്ട്, പാരൻസ് നല്ല സ്നേഹമുള്ളവർ തന്നെയാണ്, ഒരുപാട് മണി ഏൺ ചെയ്യാൻ കഴിഞ്ഞു, നല്ല ലൈഫിൽ മുന്നോട്ട് തുഴഞ്ഞു പോകുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ലവ്, ആദ്യത്തെ പ്രണയം ഒരു മൂടപ്പെട്ട് കിടക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. കാരണം ചില സമയത്ത് അത് ആളിക്കത്തുന്നു എന്നുള്ളതാണ്. താൻ സ്നേഹിച്ചിരുന്ന വ്യക്തി വളരെ സന്തോഷവാനായിരിക്കുന്നതും സ്റ്റാറ്റസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ഫ്രണ്ട്സുമൊത്ത് കറന്ന് കാണുമ്പോൾ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നെങ്കിലും ഇവർ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നും തന്നിലേക്ക് തിരിച്ചു വരുമെന്നും ഇവർ വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് വേറൊരു റിയാലിറ്റി. ഇനി വരുന്ന പ്രണയബന്ധങ്ങൾ, അതായത് എത്ര ശ്രമിച്ചാലും സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ തുറന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രണയബന്ധങ്ങളിൽ ഏർപ്പെടുന്നവർ ചെയ്യേണ്ട കാര്യം അവരെ എല്ലാ വിധത്തിലും ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയാതെ എപ്പോഴും അവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് സ്നേഹബന്ധം എപ്പോഴും പ്രണയങ്ങൾ മാത്രമല്ല, നല്ല റിലേഷൻഷിപ്പുണ്ട്, നല്ല സ്നേഹബന്ധമുണ്ട്. പ്രണയവും സ്നേഹവും തമ്മിൽ വ്യത്യാസവുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ബന്ധം ജീവിതകാലം മൊത്തം ശാശ്വതമായിട്ട് നിലനിൽക്കും. അപ്പോൾ നമുക്ക് അവരെ എന്നും കാണാം, സംസാരിക്കാം, എല്ലാ വിധത്തിലും ഡീൽ ചെയ്യാൻ കഴിയും. പ്രണയം മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റി ആ പ്രണയത്തെ സ്നേഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കാവുന്നതാണ് എന്നുള്ളതാണ്.